രാജ്യത്തെ നടുക്കി നടൻ വിജയ് പങ്കെടുത്ത കരൂർ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 39ആയി. 1.5 വയസ്സുള്ള കൈക്കുഞ്ഞടക്കം 9 കുട്ടികളും 17 സ്ത്രീകളുമാണ് മരിച്ചത്. തിക്കിലും തിരക്കിലും പരിക്കേറ്റ 17 പേരുടെ നില അതീവ ഗുരുതരമാണ്. 111 പേർ ചികിത്സയിലുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. TVK നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം ദുരന്തത്തിൽ പ്രതികരിക്കാതെ വിജയ് മടങ്ങിയത് വിവാദത്തിലായി. ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. TVK അധ്യക്ഷൻ വിജയും സംഘവും ഉച്ചയോടെ കരൂരിലെത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എങ്കിലും രാത്രി 7 മണിയോടെയാണ് വിജയ് അവിടെ എത്തിയത്. തങ്ങളുടെ പ്രിയ നായകനെ കാണാൻ കാത്തുനിന്ന് അവശരായിരുന്നു ജനങ്ങൾ. 10,000 പേരെ പ്രതീക്ഷിച്ച സ്ഥലത്ത് അതിനപ്പുറം ആളുകൾ ഒഴുകിയെത്തിയത് സംഘാടകർക്കും പോലീസിനും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. സ്ഥലത്ത് കുടിവെള്ളവും ലഭ്യമായിരുന്നില്ല. ആളുകൾ വെള്ളം ആവശ്യപ്പെട്ടതോടെ തന്റെ ക്യാരവാനിൽ നിന്ന് വിജയ് വെള്ളം നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിജയുടെ വരവ് വൈകിയതോടെ വിജയ് ഉള്ള സ്ഥലത്തേക്ക് ആൾക്കൂട്ടം നീങ്ങി. ഇത് തിക്കിലും തിരക്കിലും കലാശിച്ചതും വൻ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. ആംബുലൻസിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ അപകടത്തിൽപ്പെട്ട ആളുകളെ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സന്ദർശിക്കുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവമെന്നും വിവരിക്കാനാകാത്ത ദുരന്തമെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം നടപടി സ്വീകരിക്കുമെന്നായിരുന്നു സ്റ്റാലിന്റെ മറുപടി. அந்த குடும்பத்தை சார்ந்தவர்களுக்கெல்லாம் மீண்டும் ஆறுதலை தெரிவித்துக் கொள்கிறேன். காயமடைந்தவர்கள் விரைவிலே குணமடைய வேண்டும் என்றும் என்னுடைய ആശയം വെളിപ്പെടുത്തുകയാണ്. അതേസമയം മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ നടൻ വിജയ് പ്രതികരിക്കാത്തത് വിവാദമാവുകയാണ്. എന്റെ ഹൃദയം തകർന്നു. സഹിക്കാനാകാത്ത പറഞ്ഞറിയിക്കാനാകാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ്. പരിക്കേറ്റവർക്ക് ഉടൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനാകട്ടെ എന്നാണ് എക്സിൽ വിജയ് കുറിച്ചത്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DMK അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിക്കുകയും ഏത് സാഹചര്യത്തിലും സഹായിക്കാൻ കേരളം തയ്യാറാണ് എന്ന് MK സ്റ്റാലിന് കത്തുമെഴുതി. ന്യൂസ് ഡെസ്ക് അമൃത TV.